ഹായ് ഫ്രണ്ട്സ്, V4U വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് വീട്ടിലെ ഇൻവെർട്ടറും ബാറ്ററിയും അതിലേക്ക് സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വൈദ്യുതി ചാർജ് കുറയ്ക്കാമെന്നതിനെ കുറിച്ചാണ്. ഇതിൻ്റെ തുടർ വീഡിയോ നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം. ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബാറ്ററി 150 H ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് 1000 വാട്ട്സിൻ്റെ ആണ്. അത് ഓൾറെഡി ഇപ്പോൾ KCB ആയിട്ട് അഥവാ വീട്ടിലെ വൈദ്യുതി ശൃംഖലയായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ. സോളാർ പാനലിൽ നിന്ന് വരുന്ന 12 വോൾട്ട് കറണ്ടാണ് ഞാൻ ബാറ്ററിയുടെ ലെഗിലേക്ക് പ്ലസും മൈനസായിട്ടും കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റെഗുലേറ്റർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടും കണക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ് ഓവർ ചാർജ് വരികയാണെങ്കിൽ ബാറ്ററിയിലേക്കുള്ള ചാർജിങ് കട്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി വയ്ക്കുകയാണെങ്കിൽ അത് ഗുണകരമായിരിക്കും. നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നൊരു വീടാണ്, പകൽ സമയത്തും വൈദ്യുതി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നൊരു വീടാണെങ്കിൽ നേരിട്ട് കൊടുത്തുകൊണ്ടും കുഴപ്പമില്ല. കാരണം കിട്ടുന്ന വൈദ്യുതി അതേ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാറ്ററിക്ക് ഡാമേജ് ഒന്നും വരില്ല. ഇതിൽ 2 സ്വിച്ചുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്വിച്ച് കാണുന്നത് നമുക്ക് മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും വൈദ്യുതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലെ വൈദ്യുതി ഓഫ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇത് ചാർജിങ് കറണ്ട് ഓഫ് ചെയ്ത അവസ്ഥയിലാണ്. നമ്മുടെ ബാറ്ററിയിലേക്ക് സോളാർ വഴിക്ക് ചാർജ് കയറാത്ത സമയത്ത് മാത്രമേ, അല്ലെങ്കിൽ മഴക്കാലത്ത് ചാർജിങ് കറണ്ട് കൊടുക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഫുൾ ടൈം ചാർജിങ് കറണ്ട് ഓഫ് ചെയ്തിട്ടാണ് കിടക്കുക. അത് ഇൻവെർട്ടറിൽ നിന്ന് ഉള്ള ചാർജിങ് കറണ്ട് പോകുന്ന വയറ ഒരു സ്വിച്ച് മുഖാന്തരം ഞാൻ കണക്ട് ചെയ്തേക്കാണ്. ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഗുലറായിട്ട് ഇൻവെർട്ടർ ബാറ്ററിയിലേക്ക് ചാർജ് കയറ്റുന്നത് ഒഴിവാക്കിക്കൊണ്ട് സോളാർ ഉപയോഗിച്ചുള്ള ചാർജാണ് കയറുന്നത്. അതേസമയം തന്നെ പകൽ സമയത്ത് സോളാർ ഇൻവെർട്ടർ ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ വൈദ്യുതി ചാർജ് വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. ഈ ബാറ്ററി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു 60 യൂണിറ്റ് കറണ്ട് 2 മാസം കൂടുമ്പോൾ എനിക്ക് ലാഭിക്കാൻ കഴിയുന്നുണ്ട്. അതായത് 1 യൂണിറ്റ് വൈദ്യുതി മിനിമം ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അതിലും കൂടുതലുണ്ട്, എങ്കിലും ഞാൻ ഏറ്റവും കുറവ് യൂണിറ്റ് നിങ്ങളെ അറിയിക്കുന്നു മാത്രം. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 60 യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വൈദ്യുതി ബില്ല് ഒരു പ്രത്യേക യൂണിറ്റ് കഴിഞ്ഞാൽ ബില്ല് കൂടുതലായിരിക്കും. അപ്പോൾ ആ ബില്ലിൽ ഒരു നിയന്ത്രിതമായ അവസ്ഥയിൽ നിലനിർത്താനായിട്ട് ഇതുവഴി സഹായിക്കും. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സോളാർ റെഗുലേറ്റർ സിസ്റ്റമാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ കണ്ടോ പവർ വന്നു. അതുപോലെ മൂന്നാമത്തെ ആ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, സോളാർ ചാർജിങ് ആണ് കാണിക്കുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്, മാനുവൽ സിസ്റ്റം ഉണ്ട്. ഈ സമയത്ത് ഇപ്പോൾ കറണ്ട് ഉപയോഗിച്ചാണ് നമുക്ക് വൈദ്യുതി ലഭിക്കുന്നത്. ഇത് ഓട്ടോയിൽ കിട്ടി കഴിഞ്ഞാൽ ബാറ്ററി ഒരു പ്രത്യേക അളവിൽ ചാർജായി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വഴിക്കുള്ള ഔട്ട്പുട്ടാണ് ലഭിക്കുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഇതിൽ പറയാം. 9846385768 ആണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ പകൽ സമയത്ത് തന്നെ സോളാർ പാനൽ ഉപയോഗിച്ചാണ് ഈ ഫാൻ, ട്യൂബ് ലൈറ്റ്, അതുപോലെ തന്നെ ടി വി ഇതെല്ലാം ഈ സോളാറിൽ നിന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാനൽ കണക്ട് ചെയ്തിട്ടുള്ള മെത്തേഡ് പ്ലസ് മൈനസ് ജാക്കറ്റുകളുണ്ട്. ഫീമെയിൽ മെയിൽ പിൻ വഴി നമ്മൾ സോളാർ പാനലിൽ നിന്ന് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. 2 ഹെവി 4² mm വയർ ഉപയോഗിച്ചാണ് കൊടുത്താണ്. അത് ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 പാനൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിനും സെപ്പറേറ്റ് 4² mm കേബിൾ വഴിക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പാനൽ ഞാൻ
അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഉണ്ടോ, 2 പാനലാണ് വെച്ചാണ്. ഈ 2 പാനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് നേരെ ബാറ്ററിയിലേക്കാണ് കൊടുത്തത്. ഒരു പാനൽ മാത്രം റെഗുലേറ്റർ വഴിയും കൊടുത്തിട്ടുണ്ട്. അത് ആ കട്ട് ഓഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. പിന്നെ എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ അയയ്ക്കുക. ഞാൻ ഒരു പുതിയ തുടക്കക്കാരനാണ്. കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ടാവും. സഹകരിക്കുക.